ഹായ്, അപ്പോൾ ഇതൊരു ഷോപ്പിംഗ് വ്ളോഗാണേ. നമ്മളപ്പോൾ റെഡിയായി ഷോപ്പിങ്ങിന് പോവാണ്. ലുലുവിലാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ ഒരാൾ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. എൻ്റെ ഫേസിൻ്റെ എക്സ്പ്രഷൻ കണ്ടോ? എന്താണെന്നറിയാം, പുറത്തെ വെയിലിൻ്റെ ചൂടാട്ടോ. അങ്ങനെ കാറിൽ കയറി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ടിരുന്നു. എല്ലാം റെഡിയായി കഴിഞ്ഞപ്പോഴാണ് സത്യം മനസ്സിലത്. ചേട്ടായി പേഴ്സ് എടുത്തില്ലായിരുന്നു. പിന്നെ ചേട്ടായി പോയി പേഴ്സൊക്കെ എടുത്ത് വന്ന് നമ്മൾ വീണ്ടും യാത്ര തിരിച്ചേ. അപ്പോൾ ഈ കാണുന്നൊരു സ്കൂളാണ് കേട്ടോ ഇവിടുത്തെ. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാവേ. അങ്ങ് ദൂരെ കണ്ടോ JCB വെച്ച് എന്തോ പൊളിച്ച് മാറ്റുന്നത്. അത് വില്ലകളാണ് കേട്ടോ. വില്ലകളൊക്കെ പൊളിച്ച് മാറ്റി ഈ ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നതെല്ലാം അതിങ്ങനെ പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ഈ അടുത്ത് നടന്നൊരു ഇൻസിഡൻറ്റ് എല്ലാവരും അറിഞ്ഞതല്ലേ. ഇതുപോലെ സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അതുപോലുള്ള ദുരന്തങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാവുന്നതല്ലേ ഉള്ളൂ അല്ലേ. അപ്പം അതൊക്കെയാണ്. ഇതായി കാണുന്ന പോലുള്ള വില്ലകളാണ് കേട്ടോ അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ കണ്ട ഒരു കുഴപ്പം ഇല്ല. ഞാനും ആദ്യം വിചാരിച്ചിട്ടുണ്ട്, ഇത്രയും നല്ല വില്ലകളൊക്കെ എന്തിനാണ് പൊളിച്ച് മാറ്റുന്നത്, ആർക്കെങ്കിലും താമസിക്കാൻ കൊടുത്തുകൂടെയെന്ന്. അപ്പോൾ ചേട്ടായി പറഞ്ഞപ്പോഴാണ് ഇത് ഇങ്ങനെ കാലപ്പഴക്കം കാരണമാണ് പൊളിച്ച് മാറ്റുന്നതെന്ന്. ഇവിടെയൊക്കെ സേഫ്റ്റിയുടെ കാര്യത്തിലെല്ലാം നല്ലത് കറക്റ്റാണ് കേട്ടോ എല്ലാ കാര്യവും. അപ്പം നമ്മൾ ഇടയ്ക്ക് പെട്രോൾ പമ്പിൽ കയറിയായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അതൊന്നും എടുത്തിട്ടില്ല. അങ്ങനെ നമ്മളിതാ ലുലുവിലെത്തി. എൻട്രൻസിൽ തന്നെ ട്രോളി ഉണ്ടായിരുന്നു. അപ്പം ആത്തുമോനെ അതിനകത്ത് സേഫായിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മളെപ്പോൾ വന്നാലും ഇങ്ങനെ എൻട്രൻസിൽ നിന്ന് തന്നെ ഒരു ട്രോളി എടുക്കും കേട്ടോ. അങ്ങനെ ലുലു ചെന്നപ്പോൾ അതാ ഭയങ്കര തിരക്ക്. ഇതൊരു സൺഡേയും കൂടെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ കഴിഞ്ഞ സൺഡേ. എല്ലാ സൺഡേസിലും നല്ല തിരക്കാണ്. അപ്പം എല്ലാ സെക്ഷനും ഒന്നും കാണിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ തിരക്കില്ലാത്ത സെക്ഷനൊക്കെ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്താവേ. അങ്ങനെ നമ്മൾ എല്ലാം വാങ്ങി ബില്ലൊക്കെ ചെയ്ത് പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ചേട്ടായി ബൈ ഒക്കെ പറയുന്നുണ്ട്. അവനോട് ബൈ പറഞ്ഞപ്പോൾ അവൻ്റെ കയ്യിൽ അവിടുന്ന് എന്തോ ഒരു ടോയ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ശ്രദ്ധയിലാണ് ആശാൻ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയാണ്. അപ്പോൾ നൈറ്റ് വ്യൂ ആണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ടൈം ഇത്ര ലേറ്റ് ആയതുകൊണ്ട് എന്തായാലും ഫുഡും കൂടി വാങ്ങിച്ചിട്ട് പോവാം എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു ടൈം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാട്ടോ. ജെസ്സി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിൽ നിന്നാണ് ഫുഡ് വാങ്ങിച്ചിട്ട് പോകുമായിരുന്നു. ഇരുന്ന് കഴിച്ചില്ല നമ്മൾ. വീട്ടിൽ വന്നിട്ട് സ്വസ്ഥമായിട്ട് കുഞ്ഞിനോടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് എൻ്റെ കയ്യിലാണ് ഫുഡ്. ബാക്കി എല്ലാം ചേട്ടായിയാണ് കേട്ടോ എടുത്തത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കംഫർട്ടിൻ വാങ്ങിച്ചതിൻ്റെ ബോട്ടിൽ ചേട്ടായി ആദ്യം എടുത്ത് വെളിയിൽ വെച്ചതാണ്. ഒരാളിതൊക്കെ ശ്രദ്ധിച്ചൊക്കെ നിൽപ്പുണ്ട്. ഇപ്പോൾ കണ്ടോണം നിങ്ങൾ, അത് തള്ളി താഴെ ഇടും. കണ്ടോ, അവൻ എന്ത് നേരെ ഇരുന്നാലും അവൻ തട്ടി താഴെ ഇടും കേട്ടോ. അങ്ങനെ ചേട്ടായി അതാ ലഗേജൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് ചേട്ടായി തിരിഞ്ഞു നോക്കാതെ പോകുന്നുണ്ട്. എൻ്റെ കയ്യിലും ഉണ്ട് അത്യാവശ്യം സംഭവങ്ങളൊക്കെ. അങ്ങനെ ലിഫ്റ്റിൽ കയറി എല്ലാം അതാ താത്ത് വെച്ചിട്ട് ഉള്ളൊരു ആശ്വാസമാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ചിതാ വീട്ടിലെത്തി. ഇപ്പോൾ പുറകിൽ കണ്ടോ അൺബോക്സിങ് നടക്കുന്നത്. അവിടുന്ന് വാങ്ങിച്ച എന്തോ ടോയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ.